എന്തെങ്കിലും പരിപാടിക്ക് ഇറച്ചിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും 450 ഉറുപ്പ വരും. 450 ഉറുപ്പ പോത്തിന് ഇറച്ചി ഇറച്ചിയൊക്കെ കൊടുക്കും. അത് വേറെ പീസ് ഒന്നുമില്ല, ഒരു സ്കൂളിൽ അറിയണ്ട. ഈ 450 ആണ് നമ്മള് പറഞ്ഞത് കിലോന്. തൂക്കാണ് ഇപ്പൊ 5 കിൻഡൽ ഉണ്ടെങ്കിൽ 5 കിൻഡൽ 450 കൂട്ടിയാണ്ട് അത് ഓർക്ക് കാണിച്ചു തന്നെ പോത്ത്. തൂക്കത്തിലുണ്ടാവും. ഇപ്പൊ നാളെ 350 കിലോ ഉണ്ടാവും. 350 കിലോ മൊത്തത്തിലുണ്ടാവും. മൊത്തം അല്ല, ബീഫായിട്ട് ഉണ്ടാവും. ഇറച്ചിയായിട്ട് 350 കിലോ ഇറച്ചിയായിട്ട് കിട്ടും. ഭയങ്കര വില, ഭയങ്കര വില അല്ലേ? വിലയാണ് സാധനം, ചെലവും കമ്മിയാണ്. ചെലവ് കമ്മിയാണ്, വില കൂടുതലോ? അതെ, സംഭവം വില കൂടാൻ കാരണം എന്താണ്? അതിന് 1.20 ചോദിക്കണേ. 1.20 ഇപ്പൊ ഓരോ നമ്മൾ ചോദിക്കുന്നുണ്ട്. 3 കിൻഡലിന്റെ അടുത്തൊക്കെ ഇറച്ചി എന്തായാലും കിട്ടും. 3 കിൻഡലിന്റെ അടുത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരേ നെറ്റി പോത്താളാ, വലിയ മാറ്റമില്ല. ഒക്കെ 3 കിൻഡൽ താഴെ 270, 250, 260 ആ ലെവലിലാണ് ആ റേഞ്ചിലുള്ള പോത്തുകളാ. പോത്തുകൾ സ്റ്റോക്ക് ഉള്ളതല്ലേ? അപ്പൊ പോത്തുകള് വളരെ വില കൂടുതലല്ലേ? പോത്തൊക്കെ ഭയങ്കര വില, ഭയങ്കര വില അല്ലേ? വിലയാണ് സാധനം, ചെലവും കമ്മിയാണ്. ചെലവ് കമ്മിയാണ്, വില കൂടുതലോ? അതെ, സംഭവം വില കൂടാൻ കാരണം എന്താണ്? കൂടുതൽ എന്താ വെച്ചാല് കന്ന് വില വിചാരിച്ചത് വരുന്നില്ല, വലിയ ചെലവുമില്ല, പൈസന്റെ കുറവാണ് ആൾക്കാർക്ക്. അതാണല്ലേ, ആരുടെ കായില്ല, അതാ മെയിനായിട്ട് പറഞ്ഞില്ലേ? അതാണ് സോക്കട്. അതാണ്. ഈ കാളൊക്കെ ഏകദേശം തൂക്കത്തിലുണ്ടാവും. ഇപ്പൊ കാള 350 കിലോ ഉണ്ടാവും. 350 കിലോ മൊത്തത്തിലുണ്ടാവും. മൊത്തം അല്ല, ബീഫായിട്ട് ഉണ്ടാവും. ഇറച്ചിയായിട്ട് 350 കിലോ ഇറച്ചിയായിട്ട് കിട്ടും. സാധാരണ അതിലാറ് തൂക്കം ഉണ്ടാവും അല്ലേ? വലുത് ചെറുതൊക്കെ ഉണ്ട്. ഇത് 350 കിലോ ഉണ്ട്. എന്തായാലും ഉണ്ടല്ലോ അല്ലേ? നല്ല ആളെ, നല്ല വലിപ്പം നീളമൊക്കെ ഉള്ള നല്ല ഉശിരം സാധനല്ലേ? വലിയ ആളെ. ഇത് എത്ര നമ്മൾ ചോദിക്കണമെന്നാലേ? അതിന് 1.30 ചോദിക്കണേ. 1.10? 1.30. 1.30 ചോദിക്കണ്ടല്ലേ ചോദ്യം. പിന്നെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറക്കുമല്ലോ. അത് ഈ പോത്തോളൊക്കെ പോത്തോളൊക്കെ 3 കിൻഡൽ ചോടുള്ളൂ. 3 കിൻഡലിലെ ചോടല്ലേ? ചോടുള്ള. ഇത് ഇറച്ചിയായിട്ട് എത്ര കിട്ടും? ഇപ്പൊ 3 കിൻഡൽ ചോട ഇറച്ചി തരണോ? ഇറച്ചിട്ടുള്ളൂ അല്ലേ? 3 കിൻഡലിലെ ചോട ഇറച്ചി കിട്ടില്ല. ഓക്കെ. ഇതിപ്പോ ഓർഡർ ഉണ്ടോ അതിന്? ഓർഡർ ഒന്നും ഉണ്ടോ? ചില ഇല്ല, ഓർഡർ ഒന്നും ചിലല്ലേ? ഓർഡർ ഏറ്റെടുത്താലും ഉണ്ടാവും. ഉണ്ടാവാ അങ്ങനല്ലേ? ആരെങ്കിലും പരിപാടിക്കാർ പറഞ്ഞാൽ കൊടുക്കും. അങ്ങനെ കൊടുക്കാം. ഓക്കെ. ഇതെത്ര റേറ്റ് തന്നെ ഇപ്പൊ? അതിന് 1.20 ചോദിക്കണേ. 1.20 ഇപ്പൊ ഓരോ നമ്മൾ ചോദിക്കുന്നുണ്ട്. 3 കിൻഡലിന്റെ അടുത്തൊക്കെ ഇറച്ചി എന്തായാലും കിട്ടും. 3 കിൻഡലിന്റെ അടുത്തൊക്കെ ഉണ്ട്. അതെ. നമ്മളെ ഷെഡ് 270, 270, 250 ഒക്കെ തൂക്കം വരും. തൂക്കം വരും അല്ലേ? ഇറച്ചിന്റെ കണക്ക് പറയണ്ടല്ലേ? ഇറച്ചി നമ്മൾ ഇറച്ചി പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ എടുക്കൂലല്ലോ. അതെ, ഏകദേശം ആ ലെവലിൽ കിട്ടുന്ന അറിയില്ലേ? അതെ. ഇതൊക്കെ ഏകദേശം തൂക്കത്തിലുണ്ടാവും. ഇതൊക്കെ ഒരേ നെറ്റി പോത്താളാ, വലിയ മാറ്റമില്ല. ഒക്കെ 3 കിൻഡൽ താഴെ 270, 250, 260 ആ ലെവലിലാണ് ആ റേഞ്ചിലുള്ള പോത്തുകളാ. പോത്തുകൾ സ്റ്റോക്ക് ഉള്ളതല്ലേ? ഇതൊക്കെ 2, 4, 6, 7, 2, 9 പോത്ത് ഒരേ മാറ്റ പോത്താളാ. ഒരേ മാറ്റാണ് അല്ലേ? ഇതൊക്കെ എത്ര? ഇതൊക്കെ 1.25, 1.20 ഒക്കെ ചോദിക്കുന്നുണ്ട്. ചെറിയ കുറവിലൊക്കെ കൊടുക്കും, വലിയ കുറവൊന്നും വരൂല. ചേണ്ടകള് ഇതൊക്കെ പോത്ത് നല്ല ഉശരം പോത്തോളാ. അതെ, ഹൈദരാബാദ് പോത്താളാ, നല്ല പോത്താളാ. നല്ല പോത്തോളാ, കേടുപാടൊന്നുമില്ല. മുറിമ്പൊളി അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ചെറിയ ചെറിയ തോലരിഞ്ഞൊക്കെ ഉണ്ടാവും. അതെ, അത് ഞങ്ങൾ പോളിഷ് ചെയ്യും, അപ്പൊ കാണൂല. അതൊക്കെ വണ്ടിയിൽ വരുന്ന വണ്ടി വരുമ്പോ അതേ ഉണ്ടാവുള്ളൂ. അതെ, ചീഞ്ഞു വലിച്ചാലും മുറിയോ കാര്യം ഒക്കെ നോക്കാനുള്ളതൊന്നുമില്ല. ആ പരിപാടി. ഇതൊക്കെ വയസ്സ് ഏകദേശം ഒക്കെ 2 വയസ്സ് 4 വയസ്സൊക്കെ ആയതാ. ആ ലെവലുണ്ടല്ലോ അല്ലേ? 2 വയസ്സായതുകൊണ്ട് ഇതില് 2 വയസ്സുണ്ട്, 3 വയസ്സുള്ള 4 വയസ്സായതുകൊണ്ട് 4 വേലുണ്ട് ഉണ്ടല്ലോ അല്ലേ? ഇതൊക്കെ വലിയ പോത്താ. നല്ല അത്യാവശ്യം ഇറച്ചിണ്ടല്ലോ, ഇറച്ചിയുള്ള പോത്താളാ. അത് ഒന്നായിട്ട് നമ്മൾ നേറ്റി കിടക്കുമ്പോ ശേഷം കമ്മിയുള്ളുണ്ട്, കൂടുതലൊക്കെ ഉണ്ടാവും. ഉണ്ടാവില്ല. അപ്പൊ ആ കിടക്കുന്ന പോത്ത് കുറവാണ്, ഇത് കുറവാണ്, ഇതില് കൂടുതലാണ്. പോത്ത് കൂടുതലാണല്ലേ? പിന്നെ ഇതൊക്കെ വെച്ചാല് ഏകരം കമ്മിയാന്നുള്ളൂ. നല്ല കുറ്റിയുറപ്പുള്ള ആണല്ലേ? ഇതൊക്കെ ഇവിടെ ആന്ധ്ര സാധനങ്ങളാ? ഇതൊക്കെ ആന്ധ്ര ആണല്ലേ? ഇതിപ്പോ എല്ലാത്തിനും ഒരു വില ഒരേ നേറ്റിയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുണ്ടാവും. 1.10, 1.20 അങ്ങനൊക്കെ വരൂല്ലേ? അതെ. സാധനത്തിന്റെ ക്വാളിറ്റി നോക്കിട്ടാണ് റേറ്റ് വരുന്നില്ല. 10 ഉണ്ട് ഇതിലല്ലേ? ഓർപ്പന താഴെ കിട്ടുന്ന പോത്തുണ്ട്. ഒന്നിന് താഴെ പോത്തുണ്ട്. 20, 30 ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അത് വലുതിന് വലിയ വിലാവും, ചെറുതിന് ചെറിയ കായ്. അങ്ങനെ വരുന്നില്ലേ? അങ്ങനെ വരാം. ഓരോ ഈ വീടുകൾ നമ്പറിൽ വിളിച്ചിട്ട് വന്നോട്ടെ. അതിനനുസരിച്ച് നമ്മള് മാക്സിമം ചെയ്ത് ക്ലിയർ ആയി കൊടുക്കാം. അതെ, ഓർക്ക് പറ്റിയ അതിനനുസരിച്ച് വില അറിയാം കൊടുക്കാം. അതാണ് പാർട്ടിക്ക് പറ്റുമ്പോഴാണ് വില. അയച്ചാൽ ഓർക്ക് പറ്റിയത് നമുക്ക് സാധനം കൊടുക്കും. അതെ, നമുക്ക് പറ്റിയ ഓരോട് വില പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, നമുക്ക് പറ്റിയ വില നമ്മളും അതെ പറഞ്ഞിട്ട് പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കാം, നമുക്ക് ഒക്കെങ്കിൽ നമ്മൾ കൊടുക്കും. അതെ, അതിന്റെ മുമ്പിലുള്ളു. ഇനിയിപ്പോ 60 പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ 6 പരിപാടി ഉണ്ട്. ഓരോ ആവശ്യക്കാരായിട്ട് അല്ല ഇങ്ങനെ പാർട്ടി വന്നാലും പറഞ്ഞ ഇറച്ചി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓർക്ക് വന്നിട്ട് കൊണ്ടുപോകാം. ഇനി എന്തെങ്കിലും പരിപാടിക്ക് ഇറച്ചിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. 450 ഉറുപ്പ വരും. 450 ഉറുപ്പ പോത്തിന് ഇറച്ചി
അറുത്താണ് ഇറച്ചിയൊക്കെ കൊടുക്കും. അത് വേറെ പീസ് ഒന്നുമില്ല. ഒന്ന് ഒരു സ്കൂളിൽ അറിയണ്ട. ഈ 450 ആണ് നമ്മള് പറഞ്ഞത് കിലോന്. തൂക്കത് തൂക്കാണ്. ഇപ്പൊ 5 കിൻഡൽ ഉണ്ടെങ്കിൽ 5 കിൻഡൽ 450 കൂട്ടിയാണ്ട് അത് ഓർക്ക് കാണിച്ചു തരുന്ന പോത്ത് ഏത് പോത്താ കാണിച്ചു തരണം അത് ഇറക്കുക. അത് 5 കിലോ ഏറിയാലും എടുക്കണം, കുറഞ്ഞാലും കഴിക്കണം. അതെ, അത് എത്ര എടുക്കണം നമ്മൾ അർത്ഥം കൊടുക്കും. പിന്നെ നമ്മളെ ജീവള ദാനാകുമ്പോ പിന്നെ ബാക്കി പിന്നെ രണ്ടാമത് പോയിക്ക് അത് ഏറെ ഇനിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ എന്നാൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് സുമാർ നമ്മള് 2 കിൻഡൽ പറയുമ്പോ 2 കിൻഡലിൽ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇനി 5 കിലോ 10 കിലോ ഒക്കെ മാറ്റം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് സഹിക്കേണ്ടി വരും. തോനെ മാറ്റം വന്നാൽ 20-25 കിലോ ഒക്കെ മാറ്റം വന്നാൽ നമ്മള് വേറെ അർത്ഥം കൊടുക്കും. അത് വേണ്ടി വരും. അത് നമ്മള് കാര്യം വെച്ചാൽ നമ്മൾ 2 കിൻഡൽ പറഞ്ഞാല് 1.5 കിൻഡലിൽ അർത്ഥത്തിൽ കാര്യമില്ല. 2 കിൻഡൽ പറഞ്ഞാൽ 2 കിൻഡൽ കഴിഞ്ഞാല് അത് 2 കിൻഡൽ ഏറെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും വേണം. അതായത് ഇവിടെ ഈ പോത്തളൊക്കെ അത് കുട്ടികളാ. ഇത് ഏസം ചെറുപ്പമുള്ള പോത്തളാണല്ലേ. ഇത് 2 കിൻഡൽ ചോട വരുള്ളൂ തൂക്കം. അതൊക്കെ അല്ലേ. 2 കിൻഡലിലെ ചോട വരുന്നുള്ളൂ. ഇത് 2 കിൻഡലിന്റെ ചോട ചെറിയ പോത്തള്. അപ്പുറത്ത് പിന്നെ 2.5, 3 ആ ലെവൽ. അതൊക്കെ 3-3ന്റെ ചോടൊക്കെ ഉള്ളതാണ്. ഈ ഭാഗത്ത് 2 കിൻഡലിലെ ചോട. ഇത് 160 മുതൽ ഇങ്ങനെ 200-ന്റെ അടുത്ത് വരെ ഉണ്ട്. ഉണ്ടല്ലേ. ഇതൊക്കെ റേറ്റ് തന്നെയല്ലേ? അറക്കുമ്പോ 450 വരിക. ഇറച്ചിക്ക് അതിന് വരാം. ഇറച്ചിക്ക് അതിനൊക്കെ അത് കാളാണ് വ്യത്യാസം ഉണ്ടോ? കാളക്ക് വില പറയും. പറയില്ലേ. പോത്തിനാണെങ്കിൽ 450. കാളക്കാവ് എത്ര റേറ്റ് വരുമ്പോ? കാളക്കാണെങ്കിൽ 350 രൂപ കൊടുക്കും. 350. ഈ കാളക്ക് 350 കൊടുക്കാം. കിലോ 350 ഇറച്ചിയാക്കി അറുത്ത് കൊടുക്കൂലേ. പണിക്കൂലി നോക്കണ്ട, മല്ലാക്കാരെ കൂലി നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഒക്കെ നമ്മൾ ഉത്തരവാദി. ബിസ്മി ചെല്ലി നമ്മളെ ഇറക്കും. ബിസ്മി ചെല്ലി നമ്മളെ ഇറക്കൂല, നമ്മളെ മല്ലാക്ക ഇറക്കും. നിങ്ങൾക്ക് ആളുണ്ടല്ലേ? അപ്പൊ മല്ലാക്കല്ലാതെ ഇറക്കാൻ മല്ലാക്കൊക്കെ എന്നെ ഇറക്കാൻ. മല്ലാക്ക ഇറക്കും. ഓർക്ക് പറ്റിയ വന്നിട്ട് ഇറക്കുക. ഓലെ മല്ലാക്കണ്ടെങ്കിൽ അസറായി നമുക്ക് കാലിലാക്കണ്ട, ഓർക്ക് ഇറക്കാം. ഒക്കെ റാത്തായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ. കീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉത്തരവാദിയാവും. ഓർക്ക് 1 കിലോന്റെ പാക്കറ്റ് ആണെച്ചാൽ 1 കിലോന്റെ പാക്കറ്റ് ആക്കി കൊടുക്കും. തുലാസ് സാധനം കമ്പടുന്നുണ്ടോ? എല്ലാ സാധനവും ഉണ്ട്. പാക്കറ്റ് ആക്കി കൊടുക്കാൻ 1 കിലോന്റെ ആകുമ്പോ ആ പാക്കറ്റ് ആക്കുമ്പോൾ തുലാസിന്റെ അടുത്ത് കുതിർക്കുക. അത് തൂക്കുമ്പോ നോക്കിക്ക. തൂക്കിയിട്ട് എത്ര ഉണ്ട് എണ്ണ അതിന്റെ കൈ തരാം. അത്രേ ഉള്ളൂ അല്ലേ. എത്ര പാക്കറ്റ് വെച്ചാൽ ആ പാക്കറ്റ് കൈ തരാം. അതിന് 1 കിലോന്റെ കീസോ 1.5 കിലോന്റെ കീസോ 750 എത്ര വേണ്ടിട്ട് നമ്മൾ ആക്കി കൊടുക്കും. അതെ, ഓല് പറഞ്ഞ സെറ്റപ്പിൽ നമ്മൾ ആക്കിയിട്ട് സാധനം കൊടുക്കും. പിന്നെ കോല അറിയാം നമ്മള് ആ കായ് കിട്ടിയാൽ മതി. അത് ഒരു കൈ വരും. അല്ലെ, വേറെ കൂലിപ്പൈസ അങ്ങനത്തെ മായാവെന്നല്ലേ. അതാണ് 450 രൂപ പോത്തിനും. അതേമാതിരി കാളക്കാണെങ്കിൽ 350 കാളി അറുത്ത് കൊടുക്കൂലേ. ഇനിയിപ്പോ വേറെ സംഭവം ഉണ്ടോ? കാളിയും പോത്തല്ല. കാളിയും പോത്തല്ലൊക്കെ കല്യാണക്കോള് കുട്ടന്മാരൊക്കെ ഉണ്ട്. അങ്ങനൊക്കെ ഉണ്ടല്ലേ. 320 രൂപ കുട്ടന്മാര്. 300 രൂപ. കുട്ടന്മാർ അങ്ങനെ ചോദിക്കാൻ നമ്മൾ അങ്ങനെ കൊടുക്കൂലേ. അങ്ങനെയുണ്ട്. ആവശ്യക്കാർ അങ്ങനെ ചോദിക്കോട്ടല്ലേ. കുട്ടന്മാര് വേണമെങ്കിൽ ഓർഡർ ചെയ്താലും ആ ഓർഡർ ഉണ്ടാവില്ല നമുക്ക് ഇവിടെ ഉണ്ടാവില്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും. ഇത് ഇതേമാതിരി വരും. ആരെങ്കിലൊക്കെ പരിചയടി ചിലപ്പോ അർത്ഥം കൊടുക്കണൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പരിപാടി കല്യാണം എല്ലാ പരിപാടിക്കുള്ള നമ്മൾ എടുക്കും. നിങ്ങളെ ലൊക്കേഷൻ തന്നെ അവിടെ നല്ലേ. നമ്മൾ കൊണ്ടോട്ടി കൂട്ടാലിങ്ങലാണ്. അതായത് എയർപോർട്ടിന്റെ ബാക്ക് സൈഡ്. ഈ വീട്ടിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. പിന്നൊക്കെ നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും. ഒരു വന്നോട്ടല്ലേ. അത് വന്നാൽ മതി. അതെ, ഇനിയിപ്പോ ആട് പോയി അങ്ങനെ ഉണ്ടോ? ആടൊന്നും ആടില്ല, നമ്മള് വിൽപ്പനല്ല. ചെമ്മരിയാടുണ്ട്, നമ്മള് വിൽക്കണ്ടല്ല. നമ്മളിങ്ങനെ പോയിട്ട് കൊണ്ടു നടക്കണം. വലിയ കമ്പക്കാരൊക്കെ വന്നാൽ നമ്മൾ വിൽക്കും ചെയ്യും. അങ്ങനെ ഉണ്ടല്ലേ. കുറെ കുട്ടികളൊക്കെ ഉണ്ടായിക്കോണ. ആട് ഒരു കുട്ടി മുക്കാണ്ട് ഉണ്ടല്ലേ. ചെമ്മരിയാടും കുട്ടിയില്ലേ. അത് റോട്ടില് തൊടിയിൽ തിന്നോ. മേയ മുട്ടാണല്ലേ. മുട്ടാ. അതെ, ഇനി വൈകുന്നേരം വരും. അതെ, എല്ലാ സെറ്റപ്പുള്ള സാധനം. ഇപ്പൊ കാളൊക്കെ അറുത്ത് കൊടുക്കണമെങ്കിൽ 350 രൂപയ്ക്ക് അറുത്ത് കൊടുക്കും. ഇനിയിപ്പോ അതല്ല പോത്തൊക്കെ ആണെങ്കിൽ 450 നമ്മുടെ റേറ്റ് കൂടുതലാണ്. സാധനം കിട്ടാനില്ല, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ വരുന്നത്. 450 രൂപ പോത്തും 350 രൂപയ്ക്ക് കാളയാണ് കേട്ടോ. കാള എത്ര വലുതും ചെറുതായാലും അതില്ല 350 റേറ്റ് വരിക. പിന്നെ വേറെ എക്സ്ട്രാ കൂലി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ സെറ്റപ്പിൽ അറുത്ത് ക്ലിയർ ആക്കി തരും. നമ്മളെ പേര് എങ്ങനെ? മുനീറാക്കല്ലേ. എന്റെ പേര് മുനീറാക്കൽ. നമ്പർ എന്ന് പറഞ്ഞാൽ 9747 24 18. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് നമ്മളെ കിട്ടും. ഈ ബോർഡുമുള്ള നമ്പർ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. 97 47 24 77 18 ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പോത്ത്, കാള, എരുമ, മോര് എല്ലാത്തിനും ആട്, കോഴി എല്ലാ പരിപാടിയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കൂല. വെള്ളിയാഴ്ച എരുമന്റെ അരച്ചിട്ടോ കൂട്ടാലിങ്ങള് 350 രൂപ. 350 രൂപ എരുമന്റെ അരച്ചില്ല. ഒട്ടക പരിപാടി ഇല്ലല്ലോ. ഒട്ടം കുറെ ഭാഗത്തുണ്ടല്ലേ. നമ്മൾ ആ പരിപാടി ഇല്ലല്ലേ. നമ്മള് കാള, പോത്ത്, മോര് അങ്ങനത്തെ പരിപാടി മാത്രമല്ല. വെള്ളിയാഴ്ച എരുമ അരച്ചിട്ടോ. വെള്ളിയാഴ്ച കൂട്ടാലങ്ങൾ എവിടെ ഉണ്ടാകാം? പള്ളിന്റെ അടുത്തുള്ള മരമില്ലിന്റെ ഉണ്ടാവില്ല. രാവിലെ വന്നോട്ടല്ലേ. രാവിലെ വന്നാൽ കിട്ടും. അല്ലേ വെള്ളിയാഴ്ച ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസം ഉണ്ടാവില്ല. ആഴ്ചയിലോ ദിവസം യോമുൽ ജുമാന്റെ അന്ന് മാത്രമല്ലേ. അതാണ് ഒരു 1 ഇറക്കുള്ളൂ. പറ്റൊന്ന് അത് കയ്യോളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിർത്തി പോകും. അത്രേ ഉള്ളൂ.
അപ്പൊ ഈ നമ്പറിലാണ് വിളിച്ചോളി. മലപ്പുറം ജില്ലയിലാണ്, കൊണ്ടോട്ടി കൂട്ടാലങ്ങളാണ്. ഓക്കെ, മുനീറാക്കാൻ നമ്പർ ഉണ്ട്, ഈ വീഡിയോയിലെ നമ്പറിൽ വിളിച്ചാൽ